Hi guys, calculation of profit at the time of retirement of a partner. അതായത് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും മക്കളെ? പ്രോഫിറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ? അങ്ങനെ റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, Abu, Tara, Ravi are partners in a firm sharing profits in the ratio of 5:1. 5:4:1 ആണെന്ന് മക്കളെ അബുവിന്റെയും താരയുടെയും രവിയുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. രവി ഡൈഡ് ഓൺ 13 ജൂൺ 2022. ഗൈസ്, ആരാ മരിക്കുന്നത്? രവിയാണ് മരിക്കുന്നത്. എപ്പോഴാണ് മരിക്കുന്നത്? 13 ജൂൺ ആണ് മരിക്കുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ രവിയുടെ ഷെയർ എത്രയാണ്? രവിയുടെ ഷെയർ 1/10 ആണ് അല്ലേ? രവിയുടെ ഷെയർ 1/10 ആണ് രവിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സെറ്റ്. ബാക്കി നോക്കാം. ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് വാസ് ടു ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് 1 lakh. The profit in 2021 were 1,72,000. അതായത് രവി എപ്പോഴാണ് മരിച്ചത്? ജൂൺ 13. ഓക്കെ, 2022 ജൂണിലാണ് ആര് മരിക്കുന്നത് മക്കളെ? നമ്മുടെ രവി മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സിംപ്ലി ചോദിക്കുന്നു, 2022 പ്രോഫിറ്റ് നമ്മുടെ ഫേമിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവില്ല. ഈ 2022 പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 2022 വർഷത്തിന് അവസാനമാണ്ടേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? സെറ്റ് അല്ലേ? എന്നാൽ രവി എപ്പോഴാണ് മരിച്ചത്? 13 ജൂൺ ആണ്. സോ വർഷത്തിന്റെ പകുതിയിൽ വെച്ച് ഒരു പാർട്ണർ മരണപ്പെട്ടു പോയാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ്, എങ്ങനെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണോ 2022 രവി മരിച്ചത്, അപ്പൊ അതിന് ലാസ്റ്റ് ഇയർ എത്രയാ? 2021 അല്ലെ? 2021 പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ ബേസിസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അദ്ദേഹത്തിന് പ്രോഫിറ്റ് കൊടുക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റ്യനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ 2021 ഫേമിന്റെ പ്രോഫിറ്റ് 1,72,000 ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ 2022 1,72,000 റുപ്പീസ് ആണ് ഫേമിന്റെ പ്രോഫിറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ? കൺസിഡർ ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? സോ ഇവിടെ രവി വർക്ക് ചെയ്തിട്ടുള്ളത് എത്ര മാസമാണ് നോക്കിയാൽ മക്കളെ? അതായത് 13 ജൂൺ 2022 രവി മരിക്കുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ജാന്, ഫെബ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എത്ര മാസം വർക്ക് ചെയ്തു? 6 മാസമാണ് ആര് വർക്ക് ചെയ്തിട്ടുള്ള മക്കളെ? നമ്മുടെ രവി നമ്മുടെ ഫേമിൽ വർക്ക് ചെയ്തേ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ രവിക്ക് എത്രയായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക? സിമ്പിൾ ആണ്. രവിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വിൽ ബി, ഫേമിന്റെ പ്രോഫിറ്റ് 1,72,000 രൂപയാണ് അല്ലേ? 1,72,000 ഇൻറ്റു മക്കളെ 6 മാസമല്ലേ രവി വർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. എടാ നിങ്ങൾ സിമ്പിൾ ആക്കി ആലോചിച്ച്, ഒരു വർഷത്തെ പ്രോഫിറ്റ് ആണ് 1,72,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? രവി ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. 6 മാസം മാത്രമല്ലേ രവി വർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കും മക്കളെ? ഇൻറ്റു 6/12. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 മാസത്തെ പ്രോഫിറ്റ് കിട്ടും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സോ 6 മാസത്തെ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 6 മാസത്തെ പ്രോഫിറ്റ് ഇൻറ്റു രവിയുടെ ഷെയർ എത്ര? രവിയുടെ ഷെയർ 1/10. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? രവിയുടെ ഷെയർ എത്രയാണ്? 1/10 ആണ്. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? സോ 1 ഇയറിലെ പ്രോഫിറ്റ് 1,72,000 റുപ്പീസ് ആണ്. പക്ഷേ ഒരു വർഷം രവി വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. 6 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 6/12 ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6 മാസത്തെ രവിയുടെ പ്രോഫിറ്റ് എത്ര എന്നുള്ളത് കിട്ടി. ക്ലിയർ അല്ലേ? ദെൻ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി രവിയുടെ ഷെയർ വെച്ച് ചെയ്യുമ്പോൾ രവിക്ക് എത്രയാണ് പ്രോഫിറ്റ് കൊടുക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാകുന്നു. ക്ലിയർ അല്ലേ? സോ ഹിയർ ദ പ്രോഫിറ്റ് എമൗണ്ട് വിൽ ബി 8,600. എത്രയാണ്? 8,600 റുപ്പീസ് വിൽ ബി ദി പ്രോഫിറ്റ് എമൗണ്ട്. ഈസ് ദാറ്റ് ക്ലിയർ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സോ 8,600 രൂപയാണെന്ത് മക്കളെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ പ്രോഫിറ്റിന് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇനി ഇവിടെ വരാൻ വേണ്ടി പോകുന്ന ജേണൽ എൻട്രി? വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി? ഓക്കെ, സിമ്പിളാക്കി മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമുക്ക് മനസ്സിലായി 8,600 രൂപയാണ് രവിക്ക് കൊടുക്കേണ്ടത് അല്ലേ? എന്നാൽ ഈ പ്രോഫിറ്റ് രവിയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി ഉണ്ടാവുക? ദ എൻട്രി വിൽ ബി പ്രോഫിറ്റ് ഓർ ലോസ് സസ്പെൻസ് അക്കൗണ്ട് അപ് ടു. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, ഇവിടെ ഉണ്ടാകുന്ന ജേണൽ എൻട്രി എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എന്തായിരിക്കും? രവീസ് ക്യാപിറ്റൽ ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? മനസ്സിലായോ? എന്താണ് ജേണൽ എൻട്രി? എന്താ വരാ? പ്രോഫിറ്റ് ഓർ ലോസ് സസ്പെൻസ് അക്കൗണ്ട് അപ് ടു രവീസ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് ഓർ ലോസ് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്തായിരിക്കും? രവീസ് ക്യാപിറ്റൽ ആയിരിക്കും. രവീസ് ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റ് ഓർ സസ്പെൻസ് വന്നത്? എന്തുകൊണ്ടാണ് രവീസ് ക്യാപിറ്റൽ വന്നത്? സിമ്പിൾ ആണ്. ഇവിടെ രവീസ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ രവിക്ക് പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ രവിയുടെ ക്യാപിറ്റൽ ബാലൻസ് കൂടും. ക്യാപിറ്റൽ ബാലൻസ് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇവിടെ പ്രോഫിറ്റ് ഓർ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ ടെമ്പററി ആയിട്ടാണ് രവിക്കുള്ള പ്രോഫിറ്റ് കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 2022 ആക്ച്വൽ പ്രോഫിറ്റ് ആണോ നമ്മൾ രവിക്ക് കൊടുത്തത്? അല്ല. 2022 ആക്ച്വൽ പ്രോഫിറ്റ് അല്ല നമ്മൾ കൊടുത്തത്.
ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 2022 ഡിസംബർ ആവണം, പറഞ്ഞ കാര്യം ക്ലിയർ, വർഷത്തിന്റെ അവസാനമാകണം, പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് രവിയെ പിരിച്ചു വിടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് ഉപയോഗിച്ചാണ് രവിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോഫിറ്റ് കൊടുത്തിട്ടുള്ളത്, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് പ്രോഫിറ്റ് ഉള്ളൂ സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു രവീസ് ക്യാപിറ്റൽ 8600. ഇതായിരിക്കും എന്ത് മക്കളെ, ജേർണൽ എൻട്രി വരെ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് ഒരു കേസ്. ഇനി സംടൈംസ് ചിലപ്പോൾ വിചാരിക്കാം ഇങ്ങനെയല്ല എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അതായത് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റിന്റെ ബേസിസിലല്ല നമ്മൾ എന്ത് കൊടുക്കുക, പ്രോഫിറ്റ് കൊടുക്കാന്ന് വിചാരിക്കാം, ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് പ്രോഫിറ്റിന്റെ ബേസിസിലാണ്. എങ്ങനെ? ഇഫ് ഓൺ ദി ബേസ് ഓഫ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് പ്രോഫിറ്റ്. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് രവിക്ക് പ്രോഫിറ്റ് കൊടുത്തത്, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ വിചാരിക്കാം കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ലാസ്റ്റ് 3 ഇയേഴ്സ് പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെയാ പ്രോഫിറ്റ് കൊടുക്കുക, അതും വളരെ എളുപ്പമാണ്. ഇത്തരം സിറ്റുവേഷൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എന്താണ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എത്രയായിരിക്കും ആവറേജ് പ്രോഫിറ്റ്? 75,000 പ്ലസ് 80,000 പ്ലസ് 85,000 ഹോൾ ഡിവൈഡ് ബൈ 3, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ദ എമൗണ്ട് വിൽ ബി 80,000. 80,000 ആയിരിക്കും ആവറേജ് പ്രോഫിറ്റ് കിട്ടുക, പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? വിച്ച് മീൻസ് ആവറേജ് പ്രോഫിറ്റ് ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, 1 ഇയർ പ്രോഫിറ്റ്, ഒരു വർഷത്തെ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പോൾ ഒരു വർഷത്തെ പ്രോഫിറ്റ് എത്ര കിട്ടി? 80,000 റുപ്പീസ് നമുക്ക് എന്ത് കിട്ടി, ഒരു വർഷത്തെ പ്രോഫിറ്റ് കിട്ടി, പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇനി പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, പ്രോഫിറ്റ് up to the date of retirement, up to the date of റിട്ടയർമെന്റ് വരെയുള്ള പ്രോഫിറ്റ് എത്രയായിരിക്കും മക്കളെ ഉണ്ടാവുക? സിമ്പിൾ ആണ്, 80,000 ഇൻറ്റു 6 മാസമല്ലേ നമ്മുടെ ചെങ്ങായി വർക്ക് ചെയ്തിട്ടുള്ളത്, സോ ഇൻറ്റു 6/12 എത്ര കിട്ടി? 40,000 കിട്ടും, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ പ്രോഫിറ്റ് അപ് ടു ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് വിൽ ബി കൺസിഡർ ആസ് 40,000. അതെങ്ങനെയാണ് കിട്ടിയത് മക്കളെ? ഒരു വർഷത്തെ പ്രോഫിറ്റ് 80,000 ആണ് അല്ലേ? സോ 80,000 ഇൻറ്റു 6/12, കാരണം 6 മാസം മാത്രമേ രവി വർക്ക് ചെയ്തിട്ടുള്ളൂ, അപ്പൊ എത്ര കിട്ടി? 40,000 കിട്ടി, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി രവീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്, എങ്ങനെ? രവീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് വിൽ ബി, രവിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരിക്കും മക്കളെ? 40,000 ഇൻറ്റു രവിയുടെ ഷെയർ എത്ര? 1/10, ദാറ്റ് ഈക്വൽ ടു 4,000 റുപ്പീസ് വിൽ ബി കൺസിഡർ ആസ് പ്രോഫിറ്റ്, പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പൊ ഈ 2 സിറ്റുവേഷൻ പ്രകാരം നോക്കുകയാണെങ്കിലും എങ്ങനെയാണ്, ഐ റിപ്പീറ്റ്, ഈ 2 സിറ്റുവേഷൻ, അതായത് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് പ്രോഫിറ്റിന്റെ ബേസിസിലേക്ക് നോക്കുകയാണെങ്കിലും ലാസ്റ്റ് ഇയർ പ്രോഫിറ്റിന്റെ ബേസിസിലേക്ക് നോക്കുകയാണെങ്കിലും എങ്ങനെയാണ് റിട്ടയറിംഗ് പാർട്ട്ണറുടെ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്ന കാര്യം എല്ലാവർക്കും ഓക്കെയാണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇത്തരം കണ്ടന്റ് വീഡിയോസിന് വേണ്ടി മക്കളെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. ബൈ.